നമ്മളിത് ഫുൾ റെഡിയായി, ട്രക്ക് റെഡിയായി, നമ്മൾ പോകാൻ പോകണം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ നമ്മളിവിടെ വന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു സ്കാമിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും സ്കാം കണ്ടുപിടിക്കുന്ന നമ്മളായിരിക്കും, സ്കാമിന് ഇരയാവുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ വ്ളോഗാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യമുണ്ട്. ഇവിടെ വന്നിട്ട് സ്കാമിൽ പെടാതെ രക്ഷപ്പെടാം. അപ്പൊ നമ്മൾ സൈറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് ബുക്കിംഗ് സസ്പെൻഡ് ആയിരുന്നു കാണിച്ചത്. അപ്പൊ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിചാരിച്ചു, നമ്മൾ റാൻഡമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നാരായണന്റെ കയ്യിൽ നിന്ന് ഒരു ഏജന്റ് നമ്പർ കിട്ടി. അപ്പൊ ഏജന്റ് ത്രൂ പോകാന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. അപ്പൊ ആ സംഭവം എന്ന് വെച്ചാൽ അതില് അവർ പറഞ്ഞു വെച്ചാൽ 850 രൂപയാണ് ഇത് സർവീസ് ചാർജ് വരുന്നത്, പിന്നെ 150 രൂപ ലഞ്ചിനും. അപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നല്ല തിരക്ക്. ഇവിടെ തിരക്കിനകത്ത് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, നമ്മുടെ ദൂത്സാഗറിന്റെ കൗണ്ടർ. അപ്പൊ അവിടെ 637 രൂപ എടുത്തു, ഒരാൾക്ക് 637 രൂപ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് കോൺടാക്ട് ചെയ്ത അംബിക ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞ ഏജൻസിയാണ്. അവര് ത്രൂ കോൺടാക്ട് ആയത് രാജുബായ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് വന്നത്. അപ്പൊ പുള്ളിക്ക് അവിടുന്ന് കോൾ വന്നു. പുള്ളി നേരെ സുനിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഗൈഡിനെ കണക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ കണക്ട് ആയി അതിങ്ങനെ കുറച്ച് വീതം ലാഭം വെച്ച് അവർ ജീവിക്കുന്നത്. ഇങ്ങനത്തെ കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയാണ് സ്കീം. വേറൊരു സ്കാം എന്ന് വെച്ചാൽ നമുക്ക് അവര് പാർക്കിങ്ങിന്, നമ്മൾ ബൈക്കിനാ വന്നതെന്ന് കണ്ടിട്ട് നമ്മുടെ സ്കൂട്ടർ ഒരു സ്പോട്ടിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് 100 രൂപ വെച്ച് 200 രൂപ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു വണ്ടിക്ക് 100 രൂപ വെച്ചാ രണ്ടിനും കൂടെ 100 അല്ലേ? ആണോ? അത് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും അത്രയും രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതുകൂടെ എങ്ങനെയും കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ റോഡ് സൈഡിൽ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ സുനിലണ്ണൻ വന്നിട്ട് പറയുകയാണ്, എന്താ വണ്ടിയാണ്, റെന്റഡ് വണ്ടിയല്ലേ, അപ്പൊ ആരെയും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന്. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ മേബി പുള്ളി തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പ്രശ്നമാക്കാനാണോ എന്ന് അറിയത്തില്ല. നമ്മൾ റോഡ് സൈഡിലാണ് വെച്ചേക്കുന്നത്. ദൈവമേ ഒന്നും പറ്റരുതേ എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമോ അതിന് വേണ്ടി? ഇല്ല എന്നോട് ക്യാമറ റെഡിക്കൊണ്ട് വെക്കണം. ഇവിടെ ക്യാമറ ഇല്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല പെരുമഴ കേട്ടോ. അപ്പൊ ഞാൻ നൈസായിട്ടൊരു ഫോൺ കവർ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഫോൺ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതിന്റെ വില നിങ്ങൾ ഗസ് ചെയ്യൂ. 200 രൂപ. വിഷ്ണു എന്തെങ്കിലും ഗസ് ചെയ്യൂ. 50. ഓ, വിഷ്ണുവിന്റെ ഗസ് കറക്റ്റ്. ശ്രീരാജ് പറയുന്നത് ഓൺലൈൻ നോക്കുമ്പോൾ ഇതിന് 100 രൂപ 150 രൂപയൊക്കെയാണ്. അപ്പൊ 50 രൂപയ്ക്ക് ഇത് വെർത്താണെന്നാണ് പറയുന്നത്. മറ്റേ ഏത് കളറിന് 50 രൂപ കേട്ടോ. ആദ്യം ഒരു വൈറ്റ് എടുത്ത് കാണിച്ചു. അപ്പൊ ഞാൻ ഈ പർപ്പിളിന് എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് 50 കൊടുക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല 50. പക്ഷെ ഇതെന്തോ ഒരു പൂപ്പൽ പിടിച്ച പോലൊക്കെ തോന്നുന്നു. എനിക്കൊന്ന് മോയ്സ്ചർ കയറിയാന്ന് തോന്നുന്നല്ലേ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ടച്ച് വർക്കിംഗ് ആവുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ട ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് ഇത് ടച്ച് ചെയ്ത് യൂസും ചെയ്യാം. ഒരു ടച്ച് ഫോൺ തന്നെ. ഇതൊരു ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ ഗൈഡറിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളി വേറൊരു 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ട് വരാണ്. അപ്പൊ നമ്മൾ പോകുന്ന മിക്ക ട്രക്കുകളിലും അവരൊരു ഗൈഡിന് 10 പേരെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. നമ്മളാണ് എവിടെ ട്രിപ്പ് പോയാലും 3 പേരെ കാണത്തുള്ളൂ. അതേസമയം ബാക്കി വരുന്ന ടീമിന്റെ കൂടെ 7 പേര് കാണുകയും ചെയ്യും. ഇതെന്താ സംഭവിക്കാറില്ല. കാരണം ടോട്ടൽ കൗണ്ട് 10 ആണ്. അതുകൊണ്ട് ബാക്കി 7 പേര് വിളിച്ചോണ്ട് വരും. ആ 7 പേര് ഒരു ടീമായിരിക്കും, അല്ലാതെ സെപ്പറേറ്റ് ടീം ആയിരിക്കില്ല. അപ്പൊ മൊത്തത്തിലൊരു സ്കാമിന് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഇതാണ് നമ്മുടെ ദൂത്സാഗർ റെയിൽവേ കോളനി, റെയിൽവേ ക്രോസിംഗ്. ഇവിടെ നമുക്ക് ട്രെയിനൊക്കെ കാണാം. അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ മാംഗ്ലൂർ ബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 25 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അവർക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം നമുക്ക് ഈ മാംഗ്ലൂർ ബൺ കഴിച്ചിട്ട് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ടാറിട്ട റോഡിൽ കൂടെ നടക്കുന്നത്. വീടിന്റെ കുറെ വീടിന്റെ അയ്യത്തൂടെ നമ്മൾ നടക്കുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ ദൂത്സാഗർ വീട്. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡിന്റെ കീഴിൽ തന്നെ വേറൊരു 7 പേര് കർണാടക കാർവാറിൽ നിന്ന് വന്ന ഒരു 7 പേരുണ്ട്. പല ഒരാളാണിത്. ബാക്കി ഇവര് ഇവിടെ വരുന്നുണ്ട്. നമ്മളങ്ങനെ റോഡും വീടും എല്ലാം കഴിഞ്ഞ് ഒരു കാട്ടിലെത്തിയിരിക്കുകയാണ്. കാട്ടിൽ എവിടുന്നൊക്കെയോ ദൂരേന്ന് അലയും വിളിയൊക്കെ കേൾക്കാം. മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഫേമസ് ആയിട്ടുള്ള ദൂത്സാഗർ റെയിൽവേ ട്രാക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിൻ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാന്നുള്ളത്. ഒരാവശ്യമില്ലായിരുന്നു. മേലെ കൂടെ കയറി വന്നാൽ മതിയായിരുന്നു. അതെ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഓപ്പണിങ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഓപ്പണിങ്ങിനകത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഇപ്പോൾ ഇവിടെ റെയിൽവേ പാളം കാണാം. ഇത് ഒരു ജനക്കൂട്ടത്തിനുള്ള ആളുണ്ട്. ഇത്രയും പേര് ദൂത്സാഗർ ട്രക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആട്ടോ. ഈ ഫോറസ്റ്റിലെ ഓഫീസർ ചേച്ചി നിൽക്കുന്നു. ഈ ചെക്ക് പോസ്റ്റ് കയറി വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ റെയിൽവേ ട്രാക്ക് കഴിയുമ്പം
ഇവിടെ ഒരു ചെറിയ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് എല്ലാവരും. നമ്മുടെ ഗൈഡ് അവിടെ പോയിട്ട്, ഇതാണോ സുഹൃത്തുക്കളെ ക്യൂ? ഇതൊരു വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഗൈഡ് അവിടെ പോയിട്ട് നമ്മുടെ ചെക്ക് പോസ്റ്റുകാരായിട്ട് ഇങ്ങനെ സംസാരിച്ച് സെറ്റ് ആക്കി തരും. എന്നിട്ട് നമ്മളെ 10 പേരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. എന്നിട്ട് നമ്മളെ വിടുള്ളൂ. അതിന്റെ തിരക്കാണ് ഇവിടെ ഇപ്പൊ കാണുന്നത്. അതെ, ഭയങ്കര തിരക്ക്. സുഹൃത്തുക്കളെ, ഇവിടെ അമിതമായ തിരക്കും തെള്ളും ബഹളവും മൂലം നമ്മളെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് പുറകോട്ട് പറഞ്ഞുവിട്ട് നമ്മൾ ആ ബഹളത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നുള്ളൂ. ഒരു നടപടിയില്ല കേട്ടോ. ഈ ഫോറസ്റ്റ് ഗാർഡ് ഇത്ര തിരക്കുള്ള ട്രക്ക് നമ്മൾ പോയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അതെ, ഭയങ്കര തിരക്ക്. ഞാൻ ആ തിരക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ ഇത്രയും പേരുണ്ട്. അവരിത് അപ്പുറത്ത് കടന്നൊരു ചെക്ക് പോസ്റ്റ് കടന്നവരാ. ഇതാ നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ ഓഫീസ്. പിന്നെ ബാക്കിൽ ഇത് കണ്ടില്ല, ഇതെന്ത് ഇത്രയും തിരക്കുണ്ട്. വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസാണ് ഇവിടെ ഉള്ളത്. ഒരു ഭയങ്കര സ്ലോ ആണ് ഇവിടുത്തെ ആളുകൾ. ട്രക്കിംഗ് അലോങ് ദ റെയിൽവേ ട്രാക്ക് ഇസ് പ്രൊഹിബിറ്റഡ് എന്നാണ് ഇവിടെ ബാനർ അടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ നൈസായിട്ട് ഈ ട്രാക്കിൻ്റെ മണ്ടയ്ക്കൂടെ കയറി നടക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കണ്ടിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പുക പറത്തിക്കൊണ്ടുവരുന്ന ദൂത്സാഗർ എക്സ്പ്രസ് ഇവിടെ റെയിൽവേ അല്ല, ഇലക്ട്രിഫൈഡ് ആട്ടോ. സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് വണ്ടി ഭയങ്കര സ്ലോ ആട്ടോ. അത് വരുന്നുണ്ട്. കുമാർ താഴെ വരാൻ പറയാട്ടോ. അവിടെ നിൽക്കുന്നവന്മാരുടെ കുമാരൊന്നും വരുന്നില്ല. ഓ അടാ, ഈ ട്രെയിന് ഇത് ഗുഡ്സ് ട്രെയിൻ ആടാ, ഗുഡ്സ് ട്രെയിൻ. ഇത് വളരെ വളരെ സ്ലോ ട്രെയിനാണ് സുഹൃത്തുക്കളെ. ആണോ? സ്ലോ ആക്കി പോകുന്നതാണെന്നാണ് വിഷ്ണു പറയുന്നത്. ഇവിടെ ആള് ചാടും വിചാരിച്ചു. അതായത് ഗുഡ്സ് ട്രെയിൻ ആണ്, ഇത് നോർമൽ ട്രെയിൻ അല്ലെന്ന് തോന്നുന്നതാ. കരി പിടിച്ചൊരു ട്രെയിൻ. വളരെ കരി പിടിച്ചൊരു ട്രെയിനാണ് തോന്നുന്നത്, മഞ്ഞ ട്രെയിൻ. ഗുഡ്സ കണ്ടോ? ഗുഡ്സ. ഇത് പാസഞ്ചർ ട്രെയിൻ അല്ല. ട്രെയിൻ പോകുന്നു. നമ്മൾ അങ്ങനെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കുറെ നേരം കാത്തിരുന്നിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്കിനി നമ്മുടെ യാത്ര തുടരാം. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. സ്റ്റേ ട്യൂൺഡ്.